പാലക്കാടും തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഭൂചലനം. തൃശൂരിൽ കുന്നംകുളം, വേലൂർ, മുണ്ടൂർ ഭാഗങ്ങളിലും പാലക്കാട് തിരുമിറ്റക്കോടുമാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. വലിയ ശബ്ദത്തോടെയുള്ള പ്രകമ്പനം അനുഭവപ്പെട്ടതായാണ് പ്രദേശവാസികൾ പറഞ്ഞതും. കിരൺകുമാർ, അരുൺ ആലത്തൂർ എന്നിവർ ചേരുകയാണ്. ആദ്യം കിരണിലേക്ക്. കിരൺ, ഇത് എപ്പോഴായിരുന്നു ഭൂചലനം അനുഭവപ്പെട്ടത്? എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത്? അത് ഇന്ന് രാവിലെ 8:15 കൂടിയാണ് തൃശ്ശൂരിലെ പല ഭാഗങ്ങളിലുമായിട്ട് ഭൂചലനം അനുഭവപ്പെട്ടത്. ഈ കുന്നംകുളം, വേലൂർ, മുണ്ടൂർ ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും തൃശ്ശൂരിൽ ഈ ഭൂചലനം അനുഭവപ്പെടുകയുണ്ടായിരുന്നത്. ചെറിയ തരത്തിലുള്ള ഭൂചലനം മാത്രമാണ്. അതായത് വലിയ ശബ്ദം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതിന്റെ ഭൂകമ്പത്തിന്റെ തീവ്രത അത് വളരെ കുറവായിരുന്നു. അടുക്കളയിൽ നിന്നടക്കം ഈ പാത്രങ്ങളും മറ്റും താഴെ വീണത് കണ്ടാണ് ആളുകൾ ശ്രദ്ധിച്ചത്. ആളുകൾ പരിഭ്രാന്തരായെങ്കിലും പിന്നീട് ഈ ഭൂചലനത്തിന്റെ ഒരു പ്രകമ്പനം നിൽക്കുകയായിരുന്നു. ഏകദേശം 4 സെക്കൻഡോളം ഈ പ്രകമ്പനം തുടർന്നു എന്നുള്ളൊരു കാര്യമാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഈ സ്ഥലത്ത് നിലവിൽ പരിശോധന നടത്താനായിട്ട് ജില്ലാ ഭരണകൂടം സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. തഹസിൽദാരുടെയും ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കുന്നംകുളത്ത് ഈ ഭൂകമ്പം അനുഭവപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നത്. ശരി, അരുൺ ആലത്തൂർ കൂടി ചേരുകയാണ്. അരുൺ, പാലക്കാട് നിന്ന് ഈ ഭൂചലനവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അറിയിപ്പുകളോ വിശദീകരണമോ നൽകുകയുണ്ടായോ? അനു, രാവിലെ 8:15 പാലക്കാടും ഈ ഭൂചലനം ഉണ്ടായത്. തിരുമിറ്റക്കോട് ഭാഗത്താണ് ഭൂചലനം ഉണ്ടായത്. 4 സെക്കൻഡ് നീണ്ടു നിൽക്കുന്നതായിരുന്നു ഈ ഭൂചലനം. ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ തീവ്രത 3 ദേശീയ ഭൂകമ്പ നിരീക്ഷണ സംവിധാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്ക ഭൂചലനം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. വലിയൊരു ശബ്ദമുണ്ടായി എന്നുള്ളതാണ് പ്രദേശവാസികളായ ആളുകൾ പറയുന്നത്. നിലവിൽ ഏതായാലും ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ട്.